ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഉച്ചക്കത്തെ ചോറിന് കൂട്ടാൻ ഉപ്പേരി ഉണ്ടാക്കുന്നത് കായുപ്പേരിയാണ്. കായുപ്പേരി വലിയൊരു കൊല ഉണ്ടായി നമുക്ക് തോട്ടത്തിൽ. അത് കുരങ്ങ് വന്ന് മേലത്തെ പടല തിന്ന്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് അത് കൊത്തിയെടുത്ത് ഉപ്പേരി വെക്കാമല്ലോ. അതവിടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നാലത് മടങ്ങുള്ളൂ, ദിവസം വരും. അന്നേരം വിചാരിച്ച് ഇനി എന്തായാലും അവിടെ വെച്ചിട്ട് കാര്യമില്ല, അത് കൊത്തി ഉപ്പേരി വെക്കാമല്ലോ. 3-4 ദിവസം ചോറിന് ഉപ്പേരി വെക്കാമല്ലോ, 2-3 ദിവസം. പിന്നെ ബാക്കി അടുത്തുള്ള ഒരിക്കലോ അവർക്കും കൊടുത്ത്, അയൽവാസിക്കും കൊടുത്ത്. വളമൊന്നും ഇടാത്ത നല്ലതല്ലേ, നമ്മളെ തോട്ടത്തിൽ തന്നെ ഉണ്ടാകുമ്പം നല്ല ഉപ്പേരി വെക്കാൻ നല്ലതാണല്ലോ. അപ്പം പിന്നെ വിചാരിച്ച് കുരങ്ങിന് കൊടുക്കണ്ട, കുരങ്ങ് തിന്നല്ലോ, ഫസ്റ്റ് തിന്നല്ലോ, അപ്പം വെക്കാൻ സമ്മതിച്ചില്ലല്ലോ. എന്തുണ്ടാക്കിയാലും കുരങ്ങ് വന്ന് കുറച്ചൊന്നുണ്ടായി വരുമ്പോഴത്തേക്ക് കുരങ്ങ് വന്ന് അതിൻ്റെ പണി കഴിക്കും. തോല് ചെത്തി ചെറുതായി അരിഞ്ഞിട്ടിട്ട് ഉപ്പേരിയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, പിന്നെ ഞാൻ വെറുതെ ഒന്ന് പറയുന്നതെന്ന് മാത്രം. കായ്പേരി വെക്കാനൊന്നും അറിയാത്ത ആരും ഉണ്ടാവില്ല. പിന്നെ മക്കളുണ്ടാവും, ചെറിയ മക്കൾ. ഇങ്ങനെ തോട്ടത്തിൽ നിന്ന് എന്തെങ്കിലും പറിച്ച് വെക്കുന്നത് എനിക്കിഷ്ടം. കർമൂസ്, കായ്പേരി, ചപ്പ്, മുരിങ്ങ, അങ്ങനത്തെ വളമൊന്നും ഇടാത്ത നല്ല വീട്ടിൽ നിന്ന് തന്നെ നല്ലത് പറിച്ച് വെക്കാമല്ലോ. ബാമ്പൂട്ടി ഉണ്ട്, കാമ്പും വെക്കുക. ഇതിൻ്റെ ബാമ്പൂട്ടി വെക്കുക, വൃത്തിയായി ചെറുതായി മുറിച്ചിട്ട് കഴുകി കുക്കറിൽ വെച്ചാൽ വേഗം പണി കഴിയുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ച് കുക്കറിൽ ഇങ്ങനെ വെക്കാം. നമ്മൾ ചട്ടിയിലൊക്കെ വെക്കുമ്പം അടി പിടിച്ചിട്ടും കുറേ നേരം പോവുകയും ചെയ്യണം, അടി പിടിക്കുകയും ചെയ്യും. കായ്പേരിക്ക് ഏറ്റവും നല്ലത് നമുക്ക് കുക്കറിൽ വെക്കുന്നതാണ്. വേഗം ചട്ടീനടി പറ്റും ഇത്. മഞ്ഞപ്പൊടി, വെളിച്ചെണ്ണ കണ്ടില്ല, വയനാട്ടിലാകുമ്പോൾ ഇങ്ങനെ വെളിച്ചെണ്ണ കട്ടയായിപ്പോവും. എത്ര ഉച്ചയാണെങ്കിലും ഇങ്ങനെ കട്ടയായിട്ടുണ്ടാവും. കറിവേപ്പിലയും കടുകും ഇട്ട് വറവ് വെച്ച്, പിന്നെ നല്ലോണം വെളുത്തുള്ളി, പച്ചമുളക് കൂടെ പൊടിച്ച് കൂട്ടണം. കൂട്ടിയിട്ട് ഞാൻ അത് ഇതിൽ ചോറും കായ്പേരിയും കൊഞ്ചം വരട്ടിയതും. കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ തന്നെയുള്ളൂ. ഉച്ചക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട്